നിലമ്പൂരിൽ ഇന്നാണ് ആ ആവേശത്തിൻ്റെ ക്ലൈമാക്സ്. ഇന്നാണ് കൊട്ടിക്കലാശം നടക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചരണം ഇന്ന് അവസാനിക്കും. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥികളൊക്കെയും. കൊട്ടിക്കലാശത്തിന് പ്രാദേശിക ഭരണകൂടം പ്രത്യേക സ്ഥലവും ഒരുക്കിയിട്ടുണ്ട്. ആസിഫ് മുമ്പതുണ്ട് വിവരങ്ങളുമായിട്ട്. ആസിഫെ, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഒരു മാസം നീണ്ടു നിന്ന പ്രചരണങ്ങൾക്കൊക്കെ സമാപനമാകുന്ന ദിവസമാണ് ഇന്ന്. LDFും UDFും BJPയും ഒക്കെ കൊട്ടിക്കലാശത്തിന് ഒരുങ്ങുമ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിന് തന്നെ കാരണക്കാരനായ PV അൻവർ വിട്ടു നിൽക്കുകയാണ്. എന്താണ് നിലമ്പൂരിൽ നിന്നുള്ള അവസാനവട്ട കാഴ്ചകൾ ആസിഫ്? സേതു, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്ന് നിലമ്പൂരിൻ്റെ ഉപതെരഞ്ഞെടുപ്പ് ആവേശം അതിൻ്റെ ഏറ്റവും ഇന്ന് എല്ലാ തരത്തിലുമുള്ള സംവിധാനങ്ങളുമായി തങ്ങളുടെ ശക്തി പ്രകടനം നടത്തുക എന്നത് തന്നെയാണ് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കൊട്ടിക്കലാശത്തിന് അവർ സജ്ജരാകുന്നത്. അതിൽ സേതു സൂചിപ്പിച്ചു തന്നെയാണ്, ഉപതെരഞ്ഞെടുപ്പിന് കാരണക്കാരനായ അൻവർ എന്തായാലും കൊട്ടിക്കലാശത്തിന് ഇല്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ സമയത്ത് കുടുംബയോഗങ്ങളും മറ്റും ഗൃഹസന്ദർശനവും മറ്റുമായി താൻ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യമാണ് അൻവർ അറിയിച്ചിട്ടുള്ളത്. ജനങ്ങൾക്ക് വഴിതടഞ്ഞ ബുദ്ധിമുട്ടുണ്ടാകുന്ന അടക്കമുള്ള കാര്യങ്ങൾ അൻവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും മറ്റ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചോളം ഇന്ന് LDFും UDFും അവർ തമ്മിൽ ഉള്ള പോരാട്ടം എന്ന് പറയുമ്പോൾ ഏർക്കുനേർക്കുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ വിജയം ഇരുകൂട്ടർക്കും അനിവാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇരുകൂട്ടരും പറഞ്ഞത് തങ്ങളുടെ സർക്കാരിൻ്റെ വിലയിരുത്തലാകുമെന്ന് CPM നേതാക്കൾ പറയുന്നു, മുഖ്യമന്ത്രി പറയുന്നു. എന്നാൽ ഇത് സർക്കാരിൻ്റെ വിലയിരുത്തലാകും, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു സൂചനയാകുമെന്നുള്ള കാര്യം പ്രതിപക്ഷം പറയുന്നു. അങ്ങനെ ഇരു മുന്നണികൾക്കും വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കാനില്ലാത്ത തെരഞ്ഞെടുപ്പാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് അവരുടെ ശക്തി പ്രകടനം അടക്കം ദൃശ്യമാകുന്ന തരത്തിലായിരിക്കും ഇന്ന് കൊട്ടിക്കലാശം മുന്നോട്ട് പോവുക. ഏറ്റവും ഒടുവിലേക്ക് എത്തുമ്പോഴും സജീവമായ രാഷ്ട്രീയ ചർച്ചകൾക്ക് നിലമ്പൂർ വേദിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യം മുതൽ ഉന്നയിച്ചു വന്ന വിഷയങ്ങൾക്കപ്പുറത്തേക്ക് ഓരോ ദിവസവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുന്നത്. 5 ഇടങ്ങളിലായിട്ടാണ് ജില്ലാ ഭരണകൂടം ഈ ഒരു കൊട്ടിക്കലാശം നിശ്ചയിച്ചിട്ടുള്ളത്. അതിൽ സ്വാഭാവികമായി PV അൻവർ ഒഴിവാകുമ്പോൾ 4 ഇടങ്ങളിൽ കൊട്ടിക്കലാശം നടക്കും. സംഘർഷ സാധ്യതയൊക്കെ ഒഴിവാക്കാനായിട്ടാണ് കഴിഞ്ഞ കുറെ കാലമായി ഇങ്ങനെ പ്രത്യേക സ്ഥലം നിശ്ചയിച്ചുകൊണ്ട് കൊട്ടിക്കലാശം മുന്നോട്ട് പോകുക. വളരെ വിശദമായി എത്താം. കാരണം ഇന്നത്തെ ഈ വലിയ വിശേഷം എന്ന് പറയുന്നത് തന്നെ നമ്മളെ സംബന്ധിച്ച് നിലമ്പൂരാണ്. വലിയ ആവേശ പോരാട്ടമാണ്. അതിന്റെ ക്ലൈമാക്സ് ദിവസമാണ് ഇന്ന്. വളരെ വിശദമായി നമുക്ക് പോകാം ആസിഫിലേക്ക്.